ഈ വീഡിയോയിൽ എവിടെ തിരിഞ്ഞാലും ട്രംപ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കുറേ ഓർഡറുകൾ സൈൻ ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ഓർഡറുകൾ. അതിൽ രണ്ടെണ്ണത്തിന് പുള്ളിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കോടതി സ്റ്റേ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ രണ്ട് വിഷയത്തിൽ ഒന്ന് നമ്മൾ പഴയ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് കോടതി സ്റ്റേ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് ഹൗസ് ആക്രമണ കേസ് ഒരു 1500 പേര് ജയിലിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപ് തോറ്റ സമയത്ത് ട്രംപിന്റെ അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വൈറ്റ് ഹൗസിൽ കയറി ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ആ ലഹളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 1500 പേരുണ്ട്. അവരെ ഒറ്റയടിക്ക് പുറത്താക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഒരു ഓർഡർ ഇട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ വയലേഷനാണ്. അത് കോടതിയിൽ സ്ക്വാഷ് പെറ്റീഷനൊക്കെ കൊടുത്ത് ആ രീതിയിൽ നിയമപരമായിട്ട്, അതായത് കോടതി നിയമപരമായിട്ടുള്ള നടപടിയാണ് വേണ്ടത്. അതിലുപരിയായിട്ട് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് അതിനെ റദ്ദാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു തിരിച്ചടി കിട്ടിയത്. അത് രണ്ട് വിഷയങ്ങൾ പോയിട്ട്. പക്ഷെ അത് കൂടാതെ ട്രംപ് ഒരുപാട് വേറെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ട്രംപിന്റെ വ്യൂ പോയിന്റിലൂടെ ട്രംപ് അവിടെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ചെയ്ത് അവിടുത്തെ സോഷ്യോ എക്കണോമിക് അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് എടുത്ത കുറച്ച് തീരുമാനങ്ങൾ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മളുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മെയിൻ സ്ട്രീം മീഡിയയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വിശകലനം ചെയ്ത് ചിലപ്പോൾ പറഞ്ഞു തരണമെന്നില്ല. അവർ മെയിനായിട്ട് ഈ ഒരു ഔട്ട്ലൈൻ വായിച്ചു പോകും. കാരണം അവർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് സബ്ജക്ട് വൈസ് ആയിട്ട് എടുത്തിങ്ങനെ ഡീപ്പായിട്ട് ഇതിനകത്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റണമെന്നില്ല. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു സാധാരണക്കാരനായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഇത് അറിയാൻ താല്പര്യപ്പെടുന്നത്, ആ രീതിയിൽ ഞാൻ എങ്ങനെയാണോ ഒരു വാർത്ത മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നത് ആ രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണണം എന്ന് പറയുന്നത്. ട്രംപ് കുറേ ഓർഡറുകൾ ഇടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഡീക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ്, അതായത് ഈ സർക്കാരിന്റെ ഉള്ളിൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന കുറെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ്. അതൊക്കെ എടുത്ത് വെളിയിലിടാനാണ് പറയുന്നത്, പുറത്തിട്ട് ജനങ്ങളൊക്കെ അറിയട്ടെ. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു അജണ്ട ഉണ്ടല്ലോ, അത് റിവീൽ ചെയ്യപ്പെടും. അതിലിപ്പോൾ ജോൺ എഫ് കെനഡിയുടെയൊക്കെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് എല്ലാം ഡീക്ലാസിഫൈഡ് ചെയ്യണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. നല്ലതാണ്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അടുത്ത് മുസ്ലിം ബാൻ 2.0. ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലത്ത് തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വിസ കൊടുക്കില്ല എന്നുള്ളൊരു പ്രവൃത്തി, എൻട്രി പെർമിറ്റ് റദ്ദാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ട്രംപ് ആദ്യം ഭരിച്ചിരുന്ന സമയത്ത് പുള്ളി ഇത് തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് വിസ നിരോധിച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ച് ഇറാൻ ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങൾ, സ്പെസിഫിക് ആയിട്ട് രാജ്യങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ കോടതിയിൽ അതിനെതിരെ പെറ്റീഷൻ പോയി. അത് അവിടെ അവസാനം പുള്ളിയെ ഇംപീച്ച്മെന്റിന്റെ അവസ്ഥയിൽ വരെ കൊണ്ട് എത്തിച്ച ഒരു കാര്യമാണ് ഈ ഒരു മുസ്ലിം ബാൻ എന്ന് പറയുന്നത്. ഇപ്പൊ വീണ്ടും മുസ്ലിം ബാൻ 2.0 കയ്യിലെടുക്കാൻ പോവാണ് ട്രംപ്. പെട്ടെന്ന് തന്നെ വരാൻ പോവാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. കാരണം അതിന് കാരണം വേറെ ഒന്നുമില്ല, തുടരെ അമേരിക്കയിൽ ഈ കഴിഞ്ഞ ഒരു ഡിസംബർ മാസം നടന്ന തീവ്രവാദ ആക്രമണങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമാക്കാണ്. അവരുടെ മിലിറ്ററിയിൽ വരെ ഈ ഒരു തീവ്രവാദികൾ കയറിയിരിക്കുകയാണ്. ഇനി എത്ര പേര് അവിടെ ഇൻഫിൽട്രേഷൻ ചെയ്ത് ഇരിപ്പുണ്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് തന്നെ ഒരു പിടുത്തമില്ല, ഇന്റലിജൻസിന് തന്നെ ഒരു പിടുത്തമില്ല. CIA ഉൾപ്പെടെ ആൾക്കാരെല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ട്രംപ് പറയുന്നത്. ഇതൊക്കെ അടുത്ത് വരാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്കുകളാണ്. സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്, ഒരു 20-25ഓളം വാച്ച് ഡോഗ്സ്, അതായത് സെക്യൂരിറ്റി ഓഫീസേഴ്സ്, ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതൊരു ഭരണാധികാരി വന്നു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നല്ല രസമാണ്, കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ചെയ്തത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള താല്പര്യം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ വിലയിരുത്തിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അമേരിക്കയുടെ ഭാവിയെ തന്നെ തൊലച്ചു കളയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം വേറെ ഒന്നുമില്ല, ഈ വാച്ച് ഡോഗ് സെക്യൂരിറ്റി ഓഫീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റി ഓഫീസറുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് എന്താണ് ഈ വാച്ച് ഡോഗ്, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു TTR ട്രെയിനിൽ ടിക്കറ്റ് പരിശോധിക്കാൻ പോകുന്നവരാരാണ്, അയാൾ സെക്യൂരിറ്റി ഓഫീസറാണ്, അയാൾ ഒരു വാച്ച് ഡോഗ് ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലെ കുറെ വാച്ച് ഡോഗ് ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ അമേരിക്കയിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ട്രംപ് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഏരിയയിലുള്ള ആൾക്കാരെ മാത്രം ഒഴിവാക്കിയത് എന്നാണ് നമുക്കിപ്പോൾ നോക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അമേരിക്കയുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ ഫാമിലി ആയിട്ട് തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഫാമിലി ലൈഫിനെ ത്രട്ടൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ അവിടെ ഡെവലപ്പായി വരുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, മഴവിൽ കൾച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും മഴവിൽ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. LGBTQ, ഈ LGBTQ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ചും അതിലുണ്ടാകുന്ന ചില ഡിഫക്ട്സ്, അത് എങ്ങനെയാണ് സൊസൈറ്റിയെ ബാധിക്കുന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ല, ജനറ്റിക്കലി 18 ട്രൈസോമി 21 ട്രൈസോമിയിൽ പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കോമൺ ആയിട്ട് ഒരു മൈൻഡ് സെറ്റ് വെച്ച് നടക്കുന്ന LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. കാരണം ആർക്ക് വേണേലും ഇപ്പോൾ LGBT കമ്മ്യൂണിറ്റിയിൽ ചേരാന്നുള്ള അവസ്ഥയാണ്. കാരണം വരുന്നത് എല്ലാവരും LGBT കമ്മ്യൂണിറ്റിയാണ്.
അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം നടക്കുന്നത്. നോർമലൈസേഷൻ ആണ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് പറയാം, ആർക്കും അങ്ങനെ വരണമെന്നില്ല. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ നമ്മൾ പറയുന്നതാണ്. എല്ലാവരും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ കുറവാടുകളോട് കൂടി തന്നെയാണ് ജനിക്കുന്നത്. നോർമലായിട്ടിരിക്കുന്ന മനുഷ്യനും എന്തെങ്കിലുമൊക്കെ കുറവ്, നമ്മൾ നോർമൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾക്കാർക്ക് വരെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഉണ്ടാവും, ഇല്ലാന്നില്ല. പക്ഷേ ആ കുറവുകൾ എത്രമാത്രം നെഗ്ലിജിബിൾ ആണോ അതിനനുസരിച്ചാണ് നമ്മൾ നോർമൽ എന്നും അബ്നോർമൽ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചിന്തിക്കുക? ഇനിയും നമുക്ക് വൈകല്യമുള്ള കുട്ടികൾ വരണം എന്നാണോ ചിന്തിക്കുന്നത്? ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ജനിച്ചു പോയ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം മോട്ടിവേഷൻ കൊടുത്ത് അവരെ സൊസൈറ്റിയിൽ ഒരു ഉന്നത നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പോലെ സാധാരണഗതിയിൽ ജീവിക്കാനുള്ള മാനസികാവസ്ഥയും സൊസൈറ്റിയിലുള്ള സോഷ്യൽ അന്തരീക്ഷവും സൃഷ്ടിച്ച് അവർക്കും കൂടെ ജീവിക്കാനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം കൂടുതൽ ഇങ്ങനത്തെ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. LGBT കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്ന ഇതാണ്. LGBT കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഏതൊരു സാധാരണ മനുഷ്യനും ഈ ഒരു LGBT മനുഷ്യന്മാരും എല്ലാം സെയിം തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്കൊരു പ്രത്യേകത കൊടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവര് അതായത് ജെൻഡർ, ഒരു സ്പീഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ഒരു സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി ഒരു സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷനെ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റിയുള്ള, അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റിയുള്ള ജീവികളെയാണ് നമ്മൾ സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ അവർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറയെ ഉണ്ടാക്കാൻ പറ്റും. ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു സർവൈവൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഹോമോസെക്ഷൽ അവർക്ക് വേണമെങ്കിൽ അഡോപ്ഷൻ എടുക്കാം. അഡോപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. പിന്നെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള അവരുടേതായിട്ടുള്ള ചില പ്ലഷേഴ്സ് ആ പ്ലഷർ സീക്കിംഗ് ആണ് അതിനകത്ത് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ രാജ്യത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഡീപ്പ് സ്റ്റഡിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ ഒരുപക്ഷെ പോപ്പുലേഷൻ കുറച്ചൊക്കെ ഡിമിനിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചുറ്റാകെ നോക്ക്, ഗ്ലോബലി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഈ ഒരു പോപ്പുലേഷനെ ചൊല്ലി. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മളെക്കാളും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന എത്രയോ രാജ്യങ്ങൾ, ജപ്പാനൊക്കെ നോക്കൂ. ജപ്പാനൊക്കെ ഈ പോപ്പുലേഷന്റെ പ്രശ്നം കൊണ്ട് മാത്രം താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. എക്കണോമിക്കലി സോഷ്യോളജിക്കലി എല്ലാം വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. സൗത്ത് കൊറിയ. എന്തിനും യൂറോപ്പിലും US-ലും റഷ്യയിലും വരെ ഈ പ്രശ്നങ്ങൾ ഇപ്പം പടർന്നു പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആർക്കും പ്രസവിക്കണ്ട, പെണ്ണുങ്ങൾക്ക് ആർക്കും പ്രസവിക്കണ്ട, അവർക്ക് പ്ലഷർ മാത്രം മതി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലോകത്ത് മൊത്തം ഇപ്പം മെജോറിറ്റി പെണ്ണുങ്ങൾക്ക് പ്രസവിക്കണ്ട. കാരണം പ്രസവം, കുട്ടികളെ വളർത്തുക, ഇതൊക്കെ ലയബിലിറ്റി ആയിട്ട് മാറുകയാണ്. അവർക്ക് പ്ലഷർ മാത്രം മതി എന്നുള്ള അവസ്ഥയിലാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പഴയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ കൾച്ചർ ഫാർ ബെറ്റർ ദൻ യൂറോപ്യൻ എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. അത് ബിഹേവിയർ കൊണ്ടോ കൾച്ചർ കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ അവര് നമ്മളെക്കാളും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടോ അല്ല. സർവൈവൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സർവൈവൽ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ മാനവികത ഉയർത്തിപ്പിടിക്കുന്നത്? സർവൈവൽ ആണല്ലോ ഏറ്റവും ബേസിക്. സർവൈവൽ എങ്ങനെയാണ് വരിക? നമ്മളൊരു ഗ്രൂപ്പായിട്ട് സംഘം ചേർന്ന് ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ സർവൈവ് ആയത്. അപ്പൊ ആ രീതിയിലുള്ള സർവൈവൽ അവിടെ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, പല രാജ്യങ്ങളുള്ള സ്ത്രീകളെ ഈ പ്രസവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ വലിയൊരു ജോലിയാണ്. ആ ജോലിയുടെ ഇടയ്ക്കാണ് ഒരു പാരയായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു LGBT കമ്മ്യൂണിറ്റി, ഈ മഴവിൽ സമൂഹം. ടീനേജിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഏജ് ആണ് ഈ ടീനേജ്. കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ഒരുപാട് എക്സ്പെരിമെന്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രായമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജെൻഡർ ബേസിസിൽ ഒരു പെങ്കൊച്ചാണെങ്കിൽ അവർക്ക് കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ തോന്നും. അവരുടെ ഡ്രസ്സിംഗ് സെൻസിൽ കൂടുതൽ ചിന്തിക്കും. അവരെപ്പോഴും കണ്ണാടി നോക്കും. അവരുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് അവർ മാറും. ഇതൊക്കെ ഒരു പ്രായം വരെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നിൽക്കില്ല. പക്ഷെ ആ പ്രായത്ത് പാരന്റ്സ് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇല്ല എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ രീതിയിൽ പോകും. അപ്പൊ അതാണ് നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു ടീനേജിൽ ഹോസ്റ്റലിലൊക്കെ ഇപ്പം മെയിൽ ഹോസ്റ്റൽസ് ഉണ്ട്, ഫീമെയിൽ ഹോസ്റ്റൽസ് ഉണ്ട്. ഈ ഹോസ്റ്റൽസിലൊക്കെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഹോമോസെക്ഷൽ ആയിട്ടും ലെസ്ബിയൻസ് ആയിട്ടും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബേസിക്കലി അവർ ഹോമോസെക്ഷലോ അല്ലെങ്കിൽ ബേസിക്കലി അവർ ലെസ്ബിയനോ അല്ല. പക്ഷെ അവരുടെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സോഷ്യൽ സ്ട്രക്ചർ അനുസരിച്ചുള്ള ബുദ്ധി വികസിച്ച് മുകളിൽ വരുന്നതിന് മുമ്പ് തന്നെ ശരീരം പ്രായപൂർത്തിയാവുകയാണ്. ശരീരം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്താണ്? ലൈംഗികപരമായിട്ടുള്ള ചിന്തകളൊക്കെ അവർക്ക് വന്നു തുടങ്ങും. അങ്ങനെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് അത് കൺട്രോൾ ചെയ്ത്, ബേസിക്കലി നമ്മൾ അത് ഇങ്ങനത്തെ ചിന്തകളാണ്, അതിനെ നമ്മൾ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇത് സാധാരണ ഈ പ്രായത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണം. ഇത് എന്തിനാണ് വരുന്നത്, നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കുള്ള കോംപ്ലിക്കേഷൻസ് എന്താണ്, ഇത് ഓൺലി പ്ലഷർ മാത്രമല്ല, ഇതിന് പുറകിൽ ഒരു ബൈ പ്രോഡക്റ്റ് വരും. അതായത് നമ്മളിങ്ങനെ പ്രായത്തിൽ കവിഞ്ഞുള്ള, അതായത് നമ്മളൊരു പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ 13-14 വയസ്സിലൊക്കെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവും. അതുപോലെ തന്നെ പിന്നെ ബോയ്സും അതേപോലെ പ്രായപൂർത്തിയാവും എന്ന് പറഞ്ഞാൽ ഇതൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ റേഞ്ചാണ് പറയുന്നത്.
ഈ പ്രായത്തിലുള്ള കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം. കാരണം അവരെപ്പോഴും അറ്റൻഷൻ സീക്ക് ചെയ്യും. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇന്റർകോഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കൂ. അതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാലാകാലത്ത് നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. അവർ സൊസൈറ്റിയിൽ ഇറങ്ങി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. അതിലൊക്കെ വളരെ കൃത്യനിഷ്ഠത പുലർത്തുക നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ മലയാളി സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലോബലി ട്രാവൽ ചെയ്യുന്നതും പല പല രാജ്യങ്ങളിലായിട്ട് ചേക്കേറി താമസിക്കുന്ന ആൾക്കാരുമാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ കൾച്ചറൊക്കെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, അപ്പൊ ഇപ്പം പല രാജ്യങ്ങളും റഷ്യ ഉൾപ്പെടെ, എന്തിനു ഭേദം UAE ഉൾപ്പെടെ ഫാമിലി മിനിസ്ട്രി ഒക്കെ രൂപീകരിച്ച് കൊണ്ടുവരികയാണ്. റഷ്യയൊക്കെ സെക്സ് മിനിസ്ട്രി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഈ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ടേജ്. ഈ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ജപ്പാനൊക്കെ ഈ ഒരു കുട്ടികൾ നീലചിത്രങ്ങളിലേക്ക് വഴുതി വീണ് അതിലേക്ക് തന്നെ പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവർക്കാർക്കും അവിടെ മാരേജും വേണ്ട, അവർക്കാർക്കും കുട്ടികളെയും പ്രസവിക്കണം, ഒന്നും ചെയ്യേണ്ട. അവർക്ക് ജസ്റ്റ് അവരുടെ യങ് ഏജ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം അവർക്ക് പ്ലഷർ അനുഭവിച്ച് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുന്നത്. സമൂഹം ഇപ്പൊ വയസ്സായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഇല്ല അവിടെ ആ രാജ്യത്ത്. അതാണ് ഇപ്പൊ അവിടുത്തെ ഷോർട്ടേജ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബോറടിപ്പിക്കാനല്ല, ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് നോർമൽ അവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികളെ ഈ ഒരു LGBT കമ്മ്യൂണിറ്റി എന്നുള്ള പേരിൽ ഈ ഒരു മഴവിൽക്കാര് അവരുടെ സമൂഹത്തിലേക്ക് സ്വമേധയാ അങ്ങ് ചേർക്കാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങ് തോന്നിയാൽ മതി, എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചെറുക്കനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് നിങ്ങൾ ആ കാറ്റഗറി ആയി. മനസ്സിലായോ? നിങ്ങൾക്ക് ജനറ്റിക്കലി ഒരു പ്രശ്നമില്ല. നിങ്ങൾ ജസ്റ്റ് കണ്ടു ഒരാണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ, കഴിഞ്ഞ്. ഇതാണ് സംഭവം. ഇതേപോലെ പെണ്ണുങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേഖല കൃത്യമായിട്ട് ആരും അത്ര കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു ഏരിയയാണ്. കാരണം ഇത് വളരെ പ്രൈവസിയും വളരെ കോൺഫിഡൻഷ്യലുമായിട്ട് ഒരുത്തൻ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്കങ്ങനെ പുറത്തറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയി അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ഇന്നതാണെന്ന് പറയുമ്പോഴേ നമുക്ക് ഐഡന്റിക്കലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. ഈ ഒരു മഴവിൽ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇവരെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമൂഹമുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇതിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെന്നല്ല, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ബിഗ് ബോസ്. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്ത് നടത്തുന്നത്. അതിന്റെ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ പാറ്റേൺ ചില ആൾക്കാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡറിൽ പെടുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ഈ ഒരു ട്രാൻസ്ജെൻഡർ അഥവാ ഇതുപോലെ LGBTQ വരുന്ന ഈ ഒരു ജെൻഡേഴ്സ് എല്ലാം അതിനകത്തുണ്ടാവും. ഇതൊക്കെ ഈ കാലാകാലങ്ങളായിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന ഈ വക കാര്യങ്ങൾ, അതായത് അവരെ സൊസൈറ്റിക്കുള്ളിൽ കൊണ്ടുവന്ന് നോർമലൈസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു ബിഗ് ബോസ് പരിപാടി. അവരെ ഇതിനകത്ത് ഇട്ട് നോർമലൈസ് ചെയ്യാണ് നമ്മൾക്ക്, അതായത് സാധാരണ ജനങ്ങൾക്ക് കണ്ട് 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 അവരെ ബോധിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെയോ നിങ്ങളുടെയോ വീട്ടിൽ ഇതേപോലെ ആൾക്കാർ ഉണ്ടായാൽ തന്നെയും നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് നോർമലായിട്ട് ഇങ്ങനെയാണ്, അത് ഗ്ലോബലി തന്നെ നോർമൽ ആക്കുകയാണത്. ഇങ്ങനെയാണ് നോർമലൈസേഷൻ വർക്കാകുന്നത്. ഇതൊക്കെ ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളും ഇതിന്റെ പുറകിൽ, അതായത് ഇവർക്ക് ഇതും ഒരു തരം ഡീപ് സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ സ്റ്റീരിയോ ടൈപ്പായിട്ട് തന്നെ ഇത് ചെയ്ത് മുന്നോട്ട് വരും ആൾക്കാർ. ഇങ്ങനെയാണ് സമൂഹത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ ഇത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. LGBTQ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ 21 ട്രൈസോമി 18 ട്രൈസോമി ഉള്ള ആൾക്കാരെയല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ ജനറ്റിക്കലി ആ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതല്ലാതെ ജസ്റ്റ് എന്റെ ബ്രെയിനിൽ തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഒരു കാറ്റഗറി ആണെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഈ ചെറിയ ടീനേജിന്റെ പ്രായത്തിൽ ഹോമോസെക്ഷലി ലെസ്ബിയൻലി സെഡ്യൂസ് ചെയ്യപ്പെട്ട് ആ രീതിയിൽ പോയ ആൾക്കാരുണ്ടാവും. അവരൊക്കെ ആക്ച്വലി ആ കാറ്റഗറിയിൽ പെടേണ്ട ആൾക്കാരല്ല. ഈ ഒരു സമൂഹം ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരിക, നോർമലൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. അപ്പൊ അതിന്റെ ഒരു ഇതാണ് DEI എന്ന് പറയുന്നത്, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ. ഇതിനെയാണ് DEI എന്ന് പറയുന്നത്. ബൈനറി ജെൻഡർ നോംസ് എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ബൈനറി ജെൻഡർ നോംസിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് US വളരെ വ്യാപകമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്കാര് വളരെ സ്ട്രെങ്തൻ ചെയ്ത് വരുന്നുണ്ട്. ഇത് അവിടുത്തെ സൊസൈറ്റിക്ക് ഒരു ത്രെട്ട് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് അമേരിക്കയിൽ മക്കൾ ജനിക്കാത്ത ഒരു തലമുറയെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നീ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോയി ദത്തെടുക്കാൻ ആരെങ്കിലും പ്രസവിച്ചിടണ്ടേ? പ്രസവിച്ചിട്ടാലല്ലേ അഡോപ്ഷനെങ്കിലും നടക്കൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈ LGBT കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഉള്ളിൽ എത്ര ആൾക്കാർക്ക് സർവൈവൽ ഉണ്ട്? എത്ര ആൾക്കാർക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ പറ്റും? ഇതൊക്കെ ചോദ്യചിഹ്നമാണ്. അല്ലാതെ അവർ ജനിച്ചു, ഓക്കെ, അവർക്ക് നമുക്ക് റെസ്പെക്ട് കൊടുക്കാം, അവർക്ക് ഒരു സിറ്റിസൺ കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും കൊടുത്തുകൊണ്ട് അവർ ജീവിക്കും, അത്രേ ഉള്ളൂ. അതിലുപരി അതിനകത്ത് അത് ഡിഫക്റ്റ് തന്നെയാണ്. അതിന് സർവൈവൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഡിഫക്റ്റ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ സമൂഹം ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് സാധാരണ ജനിക്കുന്നു, അവരും നമ്മളെ പോലെ ജീവിച്ചു പോകേണ്ട ആൾക്കാരാണ്, നോർമലായിട്ട് ജീവിച്ചു പോകേണ്ട ആൾക്കാരാണ്. അല്ലാതെ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അജണ്ടയുടെ ആവശ്യമൊന്നുമില്ല. അവരെ ആരും ഇവിടെ പോയി ഉപദ്രവിക്കുന്നില്ല. ഡെയിലി രാവിലെ എണീറ്റ് 10 പേര് പോയിട്ട് LGBTQ കാരൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് അടിച്ച് അവനെ ഓട്ടിക്കാനാണ് പോകുന്നത്. ആരും പോകുന്നില്ല.
അപ്പൊ കഴിഞ്ഞ ബൈഡൻ ഭരണകൂടത്തിൽ LGBT ഈ കമ്മ്യൂണിറ്റിയെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരുടെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒരു വാച്ച് ഡോഗ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ സെക്യൂരിറ്റി ഓഫീസറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സ് എല്ലാം തന്നെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കൊത്ത് ഈ ഒരു LGBT കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ നിലനിൽക്കുന്നത്. അവർക്ക് സപ്പോർട്ടീവാണ്, ഒരു ബയാസ്ഡ് ആണ്. ഇതുകൊണ്ട് സർക്കാരിന് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ്. സർക്കാർ ഏത് ഉദ്ദേശത്തിലാണോ ഇവരെ അപ്പോയിന്റ് ചെയ്തത് ആ ഉദ്ദേശം നടക്കുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ വാച്ച് ഡോഗുകൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇവരെ മോണിറ്റർ ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിയലി മാരീഡ് കപ്പിൾ ആണോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് വിസ എടുത്ത് ജീവിക്കും ആൾക്കാർ, കപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ റിയലി മാരീഡ് കപ്പിൾ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ കുറെ വാച്ച് ഡോഗ്സ് ഉണ്ട്. അവരൊന്ന് വെരിഫൈ ചെയ്യും. നിങ്ങൾ വീട്ടിൽ കയറി വരും, അവർ നിങ്ങളെ വെരിഫൈ ചെയ്യും, നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത് നോക്കും, നിങ്ങൾ ജെന്യൂൻലി നിങ്ങൾ കപ്പിൾ ആണോ നോക്കും. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ ഇതേപോലെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അമേരിക്കയിലും ഇങ്ങനെ ഒരു വാച്ച് ഡോഗിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാച്ച് ഡോഗ്സ് എല്ലാം തന്നെ വളരെ വൺ സൈഡ് ആയിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും അവരുടെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ലേബലിൽ വർക്കും ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ ശമ്പളവും പറ്റിക്കൊണ്ട് സ്വന്തമായിട്ടും കൂടെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയാണ് അവിടെ കണ്ടുവരുന്നത്. ട്രംപ് ഭരണത്തിൽ ഏറിയ ഉടനെ തന്നെ ഇവർക്കെല്ലാം ലീവ് കൊടുത്തു. നിങ്ങളെ ലീവിൽ പൊയ്ക്കൊന്നത് പെയ്ഡ് ലീവ് കേട്ടാ, ശമ്പളം കൊടുത്ത് ലീവ്, പെയ്ഡ് ലീവിൽ വിട്ട് പെയ്ഡ് ലീവ് കൊടുത്ത് എല്ലാം പെയ്ഡ് ലീവ് മേടിച്ചാൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പെയ്ഡ് ലീവ് മേടിച്ച് ഇവന്മാർ എല്ലാം വീട്ടിൽ പോയിരുന്നപ്പോഴത്തേക്കും പുറകെ ലെറ്റർ വന്ന് കിടക്കുന്നത് ടെർമിനേഷൻ. എല്ലാം മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ടെർമിനേറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇതെല്ലാം തൂത്തുപറക്കി വെളിയിൽ കളഞ്ഞത്. നല്ലൊരു പരിപാടിയാണ് ചെയ്തത്. ശുദ്ധികലശം ഇപ്പോൾ ചെയ്ത വേറൊരു പരിപാടിയുണ്ട്, എയ്ഡ് റദ്ദാക്കുന്നത്. 90 ദിവസത്തേക്ക് എയ്ഡുകൾ റദ്ദാക്കിയിരിക്കണം. അമേരിക്ക ഇനി 90 ദിവസത്തേക്ക് ആർക്കും എയ്ഡ് കൊടുക്കത്തില്ല. 2 രാജ്യങ്ങൾക്ക് ഒഴികെ. ഏതൊക്കെയാണ് 2 രാജ്യങ്ങൾ? ഒന്ന് ഇസ്രായേൽ, ഇനിയൊന്ന് ഈജിപ്ത്. ഈ 2 രാജ്യങ്ങൾക്ക് മാത്രം ഫണ്ട് പോവും. ബാക്കിയുള്ള ഒരു രാജ്യങ്ങൾക്കും എയ്ഡ് പോകത്തില്ല എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് കൂടാതെ പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 85 ദിവസം ആകുമ്പോഴത്തേക്കും ഈ എയ്ഡ് എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് ഉണ്ടായ ഗുണം എന്താണ്, പോസിറ്റീവ്സ് നെഗറ്റീവ്സ്, അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്, ഇത് രണ്ടിനെയും കുറിച്ചുള്ള റിപ്പോർട്ട് 85ാമത്തെ ദിവസം ട്രംപിന്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിന്റെ ബേസിസിൽ ഇനി ഏതൊക്കെ ഫണ്ടുകൾ എയ്ഡുകൾ തുടരണം, ഏതൊക്കെ എയ്ഡുകൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അവിടെ വെച്ച് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. വളരെ നല്ല തീരുമാനമാണ്. അതായത് ട്രംപ് എല്ലാ കോഡും മായ്ച്ചു കളയാണ്. എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് കോഡുകൾ ഒന്നേന്ന് ഇടാന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം മാറ്റിക്കുറിച്ച് ഒന്നേന്ന് ഒരു പോളിസി രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. വളരെ നല്ല ശ്രമമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കൻസിന് ബെറ്റർ ആണ്. അതായത് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ലോഗനിന് വളരെ അന്വർത്ഥമാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ട്രംപ് കാഴ്ചവെക്കുന്നത്. LGBTQ ഇതിപ്പോ ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ തുടങ്ങും അമേരിക്കയിൽ. അടുത്ത് ഇതായിരിക്കും ഏറ്റവും വലിയ ഒരു ഡ്രാമ ആയിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. ചിലർക്ക് താടി ഉണ്ടാവും, മീശ ഉണ്ടാവും, മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് പെണ്ണുങ്ങളെ പോലെ നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു മാറ്റർ. ഞാൻ ഈ വീഡിയോയിൽ ആവോളം പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള 18 ട്രൈസോമി 21 ട്രൈസോമി ഉള്ള ആൾക്കാരെ അല്ല പറഞ്ഞിരിക്കുന്നത്. പർപ്പസ്ഫുള്ളി പോയി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ സ്വയമേ ഒരു മിസ്കൺസെപ്ഷൻ കൊണ്ട് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ്. കാരണം ഈ LGBTQ+ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 മുതൽ 80 കാറ്റഗറീസ് ഉണ്ട് അതിന്റെ ഉള്ളിൽ. ഇത് ഒരു മനുഷ്യനെ എങ്ങനെ, ഈ മഴവിൽ എന്ന് പറഞ്ഞ അവരുടെ സിമ്പിൾ ആണെങ്കിലും ഈ മഴവിലിൽ എവിടെയും കൊള്ളിക്കാത്ത രീതിയിലുള്ള അത്രമാത്രം ഡിഫറന്റ് ആൾക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു LGBTQ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതിന്റെ ഒരു വിചിത്രമായ ഒരു പശ്ചാത്തലം. ചില ആൾക്കാരുണ്ട്, ഞാൻ കുറച്ചു നേരം ആണായിട്ടിരിക്കും, കുറച്ചു നേരം പെണ്ണായിട്ട് മാറും, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അതിനുമുണ്ട്. ഇതൊക്കെ ഈ LGBTQ+ വരുന്നതാണ്. അത് മീൻസ് എനിക്ക് കാണുന്നതെല്ലാം എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിലുള്ള ആൾക്കാർ വരെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ജെൻഡർ ഉണ്ടാക്കാൻ പറ്റുക? ജെൻഡറേ ഇല്ല. പിന്നെ അവനെയൊക്കെ LGBTQ എന്നല്ല, എല്ലാം മൊത്തത്തിൽ പുറത്താക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാറും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒന്നും മെയിൻ സ്ട്രീം മീഡിയാസിൽ ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.